അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, ഈ പുണ്യ റമദാൻ മാസത്തിലാണ് പരിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുർഖാൻ അഥവാ സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള മാനദണ്ഡം നമ്മെ കൂടുതലായി ഓർമ്മപ്പെടുത്തുന്ന ഒരു മാസം കൂടിയാണ് ഈ റമദാൻ മാസം. ജനങ്ങളുടെ അഭിപ്രായത്തേക്കാൾ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് മുൻഗണന നൽകാൻ നമ്മെ ഏറ്റവും കൂടുതൽ പരിശീലിപ്പിക്കുന്ന ഒരു മഹത്തായ മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തിലെ ഓരോ ദിവസങ്ങളും പരിശുദ്ധ ഖുർആനുമായി അടുപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് കീഴൊതുങ്ങുന്ന ഹൃദയങ്ങളായി മാറാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം മക്കയിൽ ആരംഭിച്ചപ്പോൾ ഖുറൈശികൾ ആദ്യം അതിനെ ഗൗരവമായി എടുത്തിരുന്നില്ല. മക്കയിൽ പലപ്പോഴും ചില ആളുകൾ അവർ പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നീട് ആ ആശയങ്ങളൊക്കെ അസ്തമിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യവും പെട്ടെന്ന് അസ്തമിച്ചു പോകും എന്ന് അവർ കണക്കാക്കി. പക്ഷേ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധനത്തിലൂടെ പല തിന്മകളും അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടുകൾ പ്രകാരം പല കാര്യങ്ങളും അദ്ദേഹം സമൂഹത്തോട് തുറന്നു പറഞ്ഞു. ബഹുദൈവാരാധനയെ നേരിട്ട് തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തു. നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ജനങ്ങളോട് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഖുറൈശികൾക്ക് അപകടം മനസ്സിലായത്. ഇത് കേവലം ഒരു സ്വകാര്യ വിശ്വാസമല്ല. ഇത് ഇവിടെ നിലവിലുള്ള മതസംവിധാനത്തെയും സാമ്പത്തിക അടിത്തറയെയും സാമൂഹിക മേൽക്കോയ്മയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിക്കുന്ന ഈ ഒരു സന്ദേശം അതിങ്ങനെ മുന്നോട്ട് പോയാൽ ഓരോ വീടുകളിലും അവർ കയറി ചെന്നാൽ മക്കയുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു സന്ദേശം കടന്നു കയറും. ഇതവർ വല്ലാതെ ഭയപ്പെട്ടു. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നവർ തീരുമാനിച്ചു. എന്നാൽ ആദ്യഘട്ടത്തിൽ അവർ പ്രവാചകനെതിരെ ഒരു തുറന്ന നടപടിയിലേക്ക് ഇറങ്ങിത്തിരിച്ചില്ല. പകരം ഒരു സന്ധിയിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ ഏകനും സ്രഷ്ടാവുമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ശക്തമായ പ്രഖ്യാപനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്ന് ഉയർന്നപ്പോൾ ഖുറൈശികളുടെ മനസ്സിൽ അദ്ദേഹത്തോട് വെറുപ്പും വിദ്വേഷവും വളർന്നു വന്നു. പ്രവാചകൻ്റെ പിതൃവ്യനായ അബൂ താലിബ് ഒഴികെ മിക്ക ബന്ധുക്കളും അദ്ദേഹത്തോടുള്ള എതിർപ്പിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും തൻ്റെ അനന്തരവനെ കൈവിടാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം പ്രവാചകൻ്റെ മുമ്പിൽ ഒരു പ്രതിരോധ ഭിത്തിയായി തന്നെ നിലനിന്നു. അന്നത്തെ കാലത്ത് മക്കയിലെ ഗോത്രനിയമങ്ങൾ പ്രകാരം അതൊരു വലിയ സംരക്ഷണം തന്നെയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൗത്യവാഹകനായ പ്രവാചകനെ സംരക്ഷിക്കാൻ കാരണങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ 4-ാം വർഷത്തിലായിരുന്നു ഖുറൈശികളുമായുള്ള തുറന്ന ഏറ്റുമുട്ടൽ ശക്തമായത്. വിഗ്രഹാരാധനയുടെ നിരർത്ഥകത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ചോദ്യം ചെയ്തപ്പോൾ ഇവ നിങ്ങളെ രക്ഷിക്കുമോ, ഇവക്ക് കേൾക്കാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള പ്രവാചകൻ്റെ ചോദ്യങ്ങൾ ആ സമൂഹത്തെ വല്ലാതെ അസ്വസ്ഥമാക്കി. ഖുറൈശികൾക്ക് പരിചയമില്ലാത്ത ആശയങ്ങളായിരുന്നു ഇവ. പുരാതന പാരമ്പര്യ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നത് അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല. അവരുടെ പൂർവികർ ഒന്നടങ്കം തെറ്റു ചെയ്തവരായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിത്രീകരിക്കുന്നു എന്ന ഒരു തോന്നൽ അവരെ കൂടുതൽ പ്രകോപിച്ചു. അതുകൊണ്ട് തന്നെ പ്രവാചകന് അനേകം എതിർപ്പുകൾ അതിശക്തമായ രൂപത്തിൽ നേരിടേണ്ടി വന്നു. പ്രവാചകൻ്റെ പ്രബോധന ദൗത്യം നിർത്തിവെക്കാൻ അവർ പരിശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനയോടെ ദൈവിക പിന്തുണയോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങി. സഹോദരങ്ങളെ, ഖുറൈശികളുടെ എതിർപ്പ് വെറും വാക്കുകളിൽ ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. അവരുടെ മനസ്സിൽ പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെയും ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക്
അവരുടെ മാനസികാവസ്ഥ വളർന്നു. കാരണം അവർ തിരിച്ചറിഞ്ഞിരുന്നു, ഈ സന്ദേശം തുടരുകയാണ് എങ്കിൽ അത് അവരുടെ മതസംവിധാനവും അവരുടെ സാമൂഹിക മേൽക്കൊയ്മയുമൊക്കെ തകർന്നു പോകുന്ന രൂപത്തിലേക്ക് എത്തിക്കും. ഇക്കാര്യം പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 2 മുതൽ 7 വരെയുള്ള സൂക്തങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹു അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്, ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖിൻ. പക്ഷേ അവിശ്വസിച്ചിട്ടുള്ളവർ ഊറ്റത്തിലും ചേരിപിരിവിലുമാകുന്നു. കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ ഫനാദൗ വലാ തഹീന മനാസിൻ. അവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർ വിളിച്ചു രക്ഷക്കപേക്ഷിച്ചു. അത് ഓടി രക്ഷ പ്രാപിക്കുന്ന അവസരം അല്ലതാനും. വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും. അവർക്ക് തങ്ങളിൽ നിന്നൊരു മുന്നറിയിപ്പുകാരൻ വന്നതിനാൽ അവർ ആശ്ചര്യപ്പെടുന്നു. വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബുൻ. ആ വിശ്വാസികൾ പറയുകയും ചെയ്തു, ഇവൻ വ്യാജവാദിയായ ഒരു ജാലവിദ്യക്കാരനാണ് എന്ന്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. പല ദൈവങ്ങളെ ഇവൻ ഒരൊറ്റ ദൈവമാക്കിയിരിക്കുകയാണോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബുൻ. നിശ്ചയമായും ഇത് അത്യാശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണ്. വൻതലകൽ മലഉ മിൻഹും അനിംഷു വസ്ബിറു അലാ ആലിഹത്തിക്കും. അവരിൽ നിന്നുള്ള പ്രധാനികൾ ഇങ്ങനെ പറഞ്ഞു, സ്ഥലം വിടുകയും ചെയ്തു. നടക്കുവീൻ, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളിൽ ഉറച്ചു നിന്ന് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുവീൻ. ഇന്ന ഹാദാ ലശൈഉൻ യുറാദു. നിശ്ചയമായും ഇത് ഉദ്ദേശപൂർവ്വം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറത്തി ഇൻ ഹാദാ ഇല്ല ഇഖ്തിലാഖുൻ. അവസാനത്തെ മത നടപടിയിൽ ഇതിനെപ്പറ്റി നാം കേൾക്കുകയുണ്ടായിട്ടില്ല. ഇതൊരു കൃത്രിമ സൃഷ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉള്ളിലെ യഥാർത്ഥ വികാരങ്ങൾ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ, അവരുടെ ദുരഭിമാനവും അസൂയയും കക്ഷിമാത്സര്യവും അധികാരഭയവും ഇതെല്ലാം അവരിലുള്ളതായിട്ട് പ്രകടമാക്കി തന്നതാണ്. സത്യം കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പല ദൈവങ്ങളെയും കൂടി ഒരൊറ്റ ദൈവമാക്കിയിരിക്കുകയാണോ എന്ന അവരുടെ ചോദ്യം അവരുടെ മനസ്സിലെ സഹിക്കാനാകാത്ത വികാരം പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ എതിർക്കാനുള്ള പ്രധാന കാരണമായി അവർ പറഞ്ഞത് ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 21-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരികയാണ്, വഇദാ ഖീല ലഹുമുത്തബിഉ മാ അൻസലല്ലാഹ്. അള്ളാഹു ഇറക്കിയിട്ടുള്ളതിനെ നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅന. അവർ പറയും, ഇല്ല, ഞങ്ങളുടെ പിതാക്കൾ ഏതൊരു പ്രകാരത്തിൽ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നുവോ അതിനെ ഞങ്ങൾ പിൻപറ്റുന്നതാണ്. അവലൗ കാന ശൈത്വാനു യദ്ഉഹും ഇലാ അദാബി സഈർ. പിശാച് അവരെ ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെങ്കിലുമോ, എന്നാലും അവരെ തന്നെയാണോ നിങ്ങൾ പിൻപറ്റുക എന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നത്. അവരുടെ ഈ മറുപടി ഇത് യഥാർത്ഥത്തിൽ അജ്ഞതയുടെ അടയാളമാണ്. ചിന്തിക്കാതെ സത്യത്തെ പരിശോധിക്കാതെ എല്ലാം നിഷേധിച്ച് കളയുന്ന ഈ ഒരു പ്രവണത സത്യം വന്നപ്പോൾ അവർക്കത് അസ്വസ്ഥമായി തോന്നിയതുകൊണ്ടാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദിവ്യ സന്ദേശങ്ങളെ അവർ അതൊരു ജാലവിദ്യയാണ്, കൃത്രിമ സൃഷ്ടിയാണ്, ഇത് പുതിയ മതമാണ് എന്ന രൂപത്തിലൊക്കെ അവർ അതിനോട് പ്രതികരിച്ചു. പക്ഷേ അവർ മറന്നുപോയ പ്രധാനപ്പെട്ട കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ അത് അവരുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മതത്തിൻ്റെ ഒരു പുനരുദ്ധാരണമായിരുന്നു എന്നതാണ് അവർ വിസ്മരിച്ചു പോയത്. സഹോദരങ്ങളെ, സത്യത്തെ എതിർക്കുന്ന ആളുകൾ എപ്പോഴും 3 കാര്യങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. ഒന്ന്, സത്യത്തിൻ്റെ വക്താക്കളെ നന്നായി പരിഹസിക്കും. 2, അവരെക്കുറിച്ച് അപവാദം പറഞ്ഞു നടക്കും. പിന്നെ 3-മത്തേത്, പാരമ്പര്യവാദം പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കും. മനുഷ്യനും സത്യത്തിനും ഇടയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ മറകളിൽ ഒന്നാണ് പൂർവ്വപിതാക്കൾ അന്ധമായി പിന്തുടരുന്ന ഒരു മനോഭാവം. ശരിയായ ചിന്തയില്ലാതെ, കൃത്യമായ ഒരു അന്വേഷണം നടത്താതെ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന ഒരു വാചകത്തിൽ ജീവിതത്തിൻ്റെ ദിശ നിശ്ചയിക്കുന്നതാണ് പലപ്പോഴും സത്യത്തിലേക്കുള്ള വാതിൽ അടഞ്ഞുപോകാൻ കാരണമാകുന്നത്. മതവിശ്വാസം അവർ സ്വയം അന്വേഷിച്ച് കണ്ടെത്തിയതല്ല, അത് പാരമ്പര്യമായി ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ
അതിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം ചെയ്യുന്നത് അത് അവരുടെ പിതാക്കളെ ചോദ്യം ചെയ്യുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ആക്കി മാറ്റാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തു. നാട്ടിൽ കാലങ്ങളായി നിലനിന്നിരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും തലമുറകളായി കൈമാറിക്കൊണ്ടിരുന്ന സമ്പ്രദായങ്ങളും അതിനെ തിരുത്താൻ പ്രവാചകൻ ശ്രമിച്ചപ്പോൾ അതാണ് പ്രവാചകനെയും അനുയായികളെയും എതിർക്കാൻ ഖുറൈശികളെ ഏറെ പ്രേരിപ്പിച്ചത്. അവർക്ക് മുന്നിൽ സത്യം വെളിപ്പെടുത്തിയപ്പോൾ പോലും ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാത്ത അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. തെറ്റുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചവരെ അവഹേളിക്കുകയും എതിർക്കുകയും ഒടുക്കം ആക്രമിക്കുക വരെ ചെയ്തു. സ്വന്തം സമൂഹത്തിൻ്റെ നാളിതുവരെയുള്ള വിശ്വാസങ്ങളെ സംരക്ഷിക്കുകയാണ് ധർമ്മമെന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ അത് സത്യത്തെ സംരക്ഷിക്കലല്ലായിരുന്നു, മറിച്ച് അത് പാരമ്പര്യവാദത്തിൻ്റെ ഒരു സംരക്ഷണം മാത്രമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഖ്റുഫിലെ 22-23 സൂക്തങ്ങളിലായി പറഞ്ഞു, ബൽ ഖാലു ഇന്നാ വജദ്നാ ആബാഅന അലാ ഉമ്മത്തിൻ വ ഇന്നാ അലാ ആസാരിഹിം മുഹ്തദൂൻ. പക്ഷേ അവർ പറയുന്നു, ഞങ്ങളുടെ പിതാക്കളെ ഒരു മാർഗത്തിലായി കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ അവരുടെ കാൽപ്പാടുകളിലൂടെ സന്മാർഗം പ്രാപിച്ചവരുമാണ്. وكذلك ما أرسلنا من قبلك في قرية من نذير إلا قال مترفوها إنا وجدنا آباءنا على أمة وإنا على آثارهم مقتدون. നബിയെ, അപ്രകാരം തന്നെ നിന്റെ മുമ്പ് ഒരു രാജ്യത്തിലും ഒരു താക്കീതുകാരനെ നാം അയച്ചിട്ട് അതിലെ സുഖലോലുപന്മാർ പറയാതെ ഉണ്ടായിട്ടില്ല. നിശ്ചയമായി ഞങ്ങളുടെ പിതാക്കളെ ഒരു മാർഗത്തിലായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ അവരുടെ കാൽപ്പാടുകളെ പിന്തുടരുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംസാരം അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൻ്റെ കഥ മാത്രമല്ല. എല്ലാ കാലത്തും ദൈവിക വചനങ്ങളെ നിരാകരിക്കുന്ന ആളുകൾ അവർ ആവർത്തിക്കുന്ന ഒരു മനുഷ്യ സ്വഭാവമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹൃദയഭേദകമായ ഉദാഹരണമാണ് അബൂ താലിബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധമായ പ്രബോധനം അദ്ദേഹം ശരിക്കും മനസ്സിലാക്കിയിരുന്നു. പ്രവാചകനെ അദ്ദേഹം സംരക്ഷിച്ചു, പിന്തുണച്ചു, സ്നേഹിച്ചു. ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ സ്നേഹം മതവിശ്വാസത്തിൻ്റെ പേരിലുള്ള സ്നേഹമല്ലായിരുന്നു, അത് ബന്ധുവിൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ സ്നേഹമായിരുന്നു. അബൂ താലിബിൻ്റെ ഹൃദയം നബിയോടൊപ്പം നിന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലുകൾ പാരമ്പര്യത്തിൻ്റെ വഴിയിൽ നിന്ന് ഒരല്പം പോലും നീങ്ങിയില്ല. ജനതയുടെ പൈതൃക മതം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചുവെങ്കിൽ ഖുറൈശികൾക്കിടയിൽ അന്ന് അദ്ദേഹത്തിന് ലഭിച്ച ആ സാമൂഹിക സ്ഥാനം അത് കുറഞ്ഞു പോകും എന്നാണ് അദ്ദേഹം ധരിച്ചു വച്ചത്. ഹജ്ജിൻ്റെ കാലം അടുത്തു വന്നു. അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗോത്രങ്ങളും കുടുംബങ്ങളും വ്യാപാരികളും കവികളും എല്ലാവരും മക്കയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സമയമാണ് അത്. ആത്മീയമായും സാമൂഹികമായും രാഷ്ട്രീയമായും അതീവ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം. മക്കയുടെ അതിരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സന്ദേശം ഈ ദിവസങ്ങളിൽ മുഴുവൻ അറേബ്യയിലേക്കും പടരാൻ കഴിയുമെന്ന തിരിച്ചറിവ് ഖുറൈശികൾക്ക് അന്നുണ്ടായി. അവർക്ക് അങ്ങനെ ഒരു ഭയം മനസ്സിൽ തോന്നി. മക്കയിലേക്ക് ഹജ്ജിന് വരുന്നവർ മുഹമ്മദിനെ കണ്ടാൽ, അവരെങ്ങാനും മുഹമ്മദിൻ്റെ വാക്കുകൾ നേരിട്ട് കേട്ടാൽ അതെല്ലാം അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ കാരണമാകും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അതെല്ലാം കൃത്യമായി ഖുറൈശികൾക്കറിയാമായിരുന്നു. വർഷങ്ങളോളം അൽ അമീൻ എന്ന് വിളിച്ച നാവുകൊണ്ട് ഒരൊറ്റ ദിവസം അദ്ദേഹത്തെ കള്ളനായി ചിത്രീകരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഖുറൈശികൾക്ക് തോന്നി. പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ തകർക്കാൻ അവരുടെ കയ്യിൽ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ അവർ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് ഒരു തന്ത്രം തിരഞ്ഞെടുത്തു. മുഹമ്മദ് ഒരു സാഹിറാണ്, മാരണക്കാരനാണ് എന്ന് പറയാം. അവൻ്റെ വാക്കുകൾ ആളുകളെ മയക്കുന്നതാണ് എന്ന് പ്രചരിപ്പിക്കാം. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വികാരപ്രകടനമല്ല, മറിച്ച് സംഘടിതമായ ഒരു പ്രചാരണ ആയുധവുമായി അവർ തെരഞ്ഞെടുത്ത ഒന്നായിരുന്നു ഇത്. ഒരേ ആരോപണം, ഒരേ ഭാഷയിൽ, ഒരേ രീതിയിൽ ഇതെല്ലാവരും ആവർത്തിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഈ സന്ദേശം ഒരേ രീതിയിൽ എല്ലാവരിലേക്കും എത്തുമ്പോൾ അത് വിശ്വസനീയമാകുമെന്നതായിരുന്നു അവരുടെ കണക്ക് കൂട്ടൽ. അങ്ങനെ അവർ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകളുടെ വഴികളിൽ അവരുമായി സംസാരിക്കാനിരുന്നു. ആരെയെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ അവർക്കൊരു മുന്നറിയിപ്പ് എന്നോണം അവരോട് പറയും, നിങ്ങൾ മുഹമ്മദിനെ സൂക്ഷിക്കണം, അവനൊരു മാരണക്കാരനാണ്, അവൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്.
സഹോദരങ്ങളെ, ഇത് ഖുറൈശികളുടെ ഭയം കൊണ്ടുണ്ടായ ഒരു സമീപനമായിരുന്നു. ജനങ്ങൾ സത്യം കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഭയപ്പെടുത്തുക, ചിന്തിക്കാൻ അവസരം നൽകുന്നതിന് മുമ്പ് തന്നെ അവരെ സംശയത്തിലാക്കുക. ഖുറൈശികളുടെ ഈ ഒരു പ്രചാരണത്തിന് മുന്നിൽ നിന്നത് പ്രവാചകൻ്റെ കുടുംബക്കാരനായ അബൂലഹബായിരുന്നു. പ്രവാചകനുമായുള്ള ആ കുടുംബബന്ധം പോലും അയാളെ ഈ ഒരു കുപ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ഈ അവസരത്തിൽ ഉക്കാള ചന്തയിലും ദുൽമിജന്നയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, ഞാൻ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതനാണ്. എന്നാൽ ഈ കാര്യം പറഞ്ഞ പ്രവാചകൻ്റെ പുറകെ നടന്നുകൊണ്ട് അബൂലഹബ് അവരോടെല്ലാം തിരിച്ചു പറയും, അവൻ മതം മാറിയവനാണ്, അവൻ നുണയനാണ്. സഹോദരങ്ങളെ, ഇതൊരു കുടുംബകലഹമല്ല, ഇത് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും നേർക്കുനേരെയുള്ള ഒരു ഏറ്റുമുട്ടലാണ്. എന്നാൽ ബന്ധവും ഗോത്രവും സാമൂഹിക പ്രതിഷ്ഠയുമൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചരിപ്പിച്ച ആ സത്യത്തിൻ്റെ വിളിയെ തടഞ്ഞു നിർത്താൻ അവർക്ക് സാധിച്ചില്ല. അവർ തടയാൻ ശ്രമിച്ചതുകൊണ്ട് പ്രവാചകൻ്റെ ആ ഒരു ശബ്ദം അത് കൂടുതൽ ദൂരത്തേക്ക് പ്രചരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹജ്ജിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണ്? അറേബ്യ മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള വാർത്തകൾ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കുപ്രചരണം നടത്തിക്കൊണ്ട് പ്രവാചകനെ തടയാൻ ശ്രമിച്ചതിലൂടെ പ്രവാചകനെക്കുറിച്ചുള്ള സന്ദേശം വ്യാപിക്കാനാണ് അത് സാഹചര്യമുണ്ടാക്കിയത്. സഹോദരങ്ങളെ, സത്യം സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം പുറത്തു നിന്നുള്ള വിരോധമല്ല, നമ്മുടെ അകത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന അന്ധാനുകരണമാണ് അതിലേറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത്. അതുകൊണ്ടുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രവാചകൻ്റെ ജീവിതത്തിൽ നിരവധിയാണ്. ആ ചരിത്ര സംഭവങ്ങളിലേക്കെല്ലാം നമുക്ക് വിശദമായി അടുത്ത എപ്പിസോഡിൽ പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.